എല്ലാ ദൈവാനുഗ്രഹവും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് ഒഴുകിയെത്തുന്നത് ഈ ബലിപീഠത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ബലിപീഠത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പാലിക്കുന്ന ചെറിയ അകലം പോലും നാളെ നമ്മളെ ഒരുപാട് അകലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരല്പം അകലമിട്ട് നടന്നവൻ പിന്നീട് ഒരുപാട് അകലങ്ങളിലേക്ക് അകന്നു പോകുന്നതിനും ഏറ്റവും അവസാനം കർത്താവിനെ തള്ളിപ്പറയുന്നതിനും ഏറ്റവും ഒടുവിൽ ആണയിട്ട് പഴിച്ച് ശപിച്ചു തള്ളി ഇറങ്ങിപ്പോകുന്നതിനും കാരണമായതിൻ്റെ അടിസ്ഥാനം ഈ അവൻ സൂക്ഷിച്ച ചെറിയ അകലമാണ്. അതുകൊണ്ട് ഈ അകലം അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ പറയുന്നതാണ്, അവൻ ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഈ കല്ലേറ് ദൂരത്തിന്റെ അകലം എത്ര? ഈ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞ് കല്ലെടുത്തെറിയുന്നത് പോലെയാണോ പുറകിലിരിക്കുന്ന ഒരു ചേട്ടൻ കല്ലെടുത്തെറിഞ്ഞാൽ? ഈ കല്ലേറ് ദൂരത്തിന്റെ അകലം വ്യത്യാസമാണ്. ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ഈ കല്ലേറ് ദൂരത്തിന്റെ അകലം വർദ്ധിക്കും തോറും, ഈ ബലിപീഠത്തോടുള്ള ഈ കല്ലേറ് ദൂരത്തിന്റെ അകലം വർദ്ധിക്കും തോറും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലങ്ങളിലേക്ക് അകന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് നിരന്തരം ഈ അബ്രഹാത്തെ പോലെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. പരിശുദ്ധ ബലിയർപ്പണത്തോട്, കുർബാനയോട് ചേർന്ന് നിൽക്കാത്ത ഒരു ജീവിതവും അനുഗ്രഹിക്കപ്പെടില്ല. കാരണം ഈശോ ഏറ്റവും കൂടുതൽ വില കൊടുത്തത് കുർബാനയായി തീരാൻ വേണ്ടിയിട്ടാണ്. കുർബാനയായി തീരാൻ വേണ്ടിയിട്ടാണ് അവൻ തന്റെ ശരീരത്തിൽ അടികളേറ്റത്, അവൻ വേദന സഹിച്ചത്, അവൻ പീഡകൾ ഏറ്റെടുത്തത്, തന്നെ കുരിശിൽ ബലിയായി തീരാൻ വിട്ടുകൊടുത്തത്, എന്റെയും നിന്റെ ഉള്ളിൽ വന്ന് വസിക്കാൻ കുർബാനയായി തീരാൻ വേണ്ടിയിട്ടാണ്. അത്രയും വില കൊടുക്കുന്ന കുർബാനയ്ക്ക് ഇന്ന് നമ്മൾ എന്തു വിലയാണ് കൊടുത്തിരിക്കുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ദൈവത്തിനിടുന്ന വിലയാണ് നമ്മുടെ ജീവിതത്തിന്റെ വില. ഈ വില നഷ്ടപ്പെട്ടു പോയാൽ, ഈ വില കുറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് വിലയുണ്ടാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ തോരാത്ത കണ്ണുനീരിൽ പെരുമഴ പോലെ സങ്കടം അവളുടെ ഉള്ളിൽ നിന്ന് പെയ്തിറങ്ങി അവൾ ആശ്രയം കണ്ടെത്തിയത് ഈ ബലിപീഠത്തിലാണ്. ഈ ബലിപീഠത്തിൽ ആശ്രയം കണ്ടെത്തി തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സങ്കടങ്ങളെയും വേദനകളെയും കണ്ണുനീരുകളെയും ഈ ബലിപീഠത്തിൽ ഇറക്കി വെച്ചിട്ട് തിരിച്ചു മടങ്ങുന്ന ഹന്നായെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. അതേ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ബലിപീഠത്തിൽ ആശ്രയിക്കുന്നവർക്കൊക്കെ ബലിപീഠം നൽകുന്ന ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഉറപ്പ്: പിന്നീട് ഒരിക്കലും മുഖം മ്ലാനമാകാൻ ഈ ബലിപീഠം അനുവദിക്കില്ല. ഈ ബലിപീഠത്തിൽ ഇറങ്ങി വരുന്ന ദൈവം നിന്റെ മുഖം മ്ലാനമാകാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ അഭയകേന്ദ്രമായി ഈ ബലിപീഠം മാറണം. ഈ ബലിപീഠത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അബ്രഹാമിന്റെ കുടുംബം പോയ ഇടങ്ങളിലൊക്കെ ബലിക്കല്ല് ചേർത്ത് വെച്ചതിന്റെ കാരണം അതാണ്. ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും വേദനയും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴും ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴും ഒക്കെ അബ്രഹാം ചെയ്തത് ഈ ബലിക്കല്ലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, കുടുംബത്തിൽ സ്നേഹബന്ധത്തിന്റെ കണ്ണികൾ അകന്നു തുടങ്ങി എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, മടിച്ചു നിൽക്കരുത്. ഈ ബലിപീഠത്തിന്റെ അരികിലേക്ക് വന്ന് നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ ഇറക്കി വെച്ചാൽ ഈ ബലിപീഠം നിനക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്: പിന്നീട് ഒരിക്കലും നിന്റെ മുഖം മ്ലാനമാകാൻ ദൈവം അനുവദിക്കില്ല. ഈ അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് പറ്റണം. ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഒരു ബലിക്കല്ല് കൂടെ കൊണ്ട് നടക്കാനും ബലിയർപ്പിക്കാനും അബ്രഹാത്തിന് സാധിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ അബ്രഹാം അഭയം പ്രാപിച്ചിരുന്നത് എവിടാണ്? ബലിപീഠത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്കും ഒരു ബലിപീഠമുണ്ട് ഈ ദേവാലയത്തിൽ. ജീവിതത്തിന്റെ എല്ലാ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും, ജീവിതത്തിലെ സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും രോഗദുരിതങ്ങളുടെയും ഒക്കെ നടുവിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇടമാണ് ഈ ബലിക്കല്ല്. ഈ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ബലിയർപ്പിക്കുന്നവരായി നമ്മുടെ കുടുംബം മാറണം. അങ്ങനെ ഒരു അനുഭവത്തിലാണോ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക? ഇന്ന് ബലിപീഠത്തോട് ചേർന്ന് നിൽക്കേണ്ടുന്നതിന് പകരം അറിഞ്ഞോ അറിയാതെ നമ്മൾ ഈ ബലിപീഠത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നവരായി മാറുകയാണ്.
നമ്മുടെ കുഞ്ഞുങ്ങൾ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കേണ്ടുന്നതിന് പകരം ഇന്ന് അറിഞ്ഞോ അറിയാതെയോ അൾത്താരയിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. അകലാനല്ല, മറിച്ച് ഓരോ ദിവസം കഴിയും തോറും ഈ ബലിപീഠത്തോടുള്ള ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും, സങ്കടങ്ങളിലും, വേദനകളിലും ഒക്കെ ഈ ബലിപീഠത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി മറ്റൊരു കുടുംബമാണ് സാമുവേലിന്റെ കുടുംബം, എൽക്കാന ഹന്ന ദമ്പതികളുടെ കുടുംബം. ഈ കുടുംബവും ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരു കുടുംബമാണ്. 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം. 1 സാമുവേൽ 1:10. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ഹന്നായിക്ക്, സാമുവേലിന്റെ അമ്മയാണ്, പിന്നീടാണ് സാമുവേൽ ജനിക്കുന്നത്, ഹന്നായിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞിട്ട്. അങ്ങനെ നാളുകൾ ഏറെ കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞില്ലാതെ വരും. പക്ഷെ ഈ കുഞ്ഞുങ്ങളുള്ള പെനീന നിരന്തരം ഈ ഹന്നായെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ സമൂഹത്തിന്റെ മുമ്പിൽ ഏൽക്കേണ്ടി വരുന്ന വലിയ ഒരു അപമാന ഭാരമുണ്ട്. എല്ലാവരുടെയും കളിയാക്കലുകളും കുത്തുവാക്കും പരിഹാസവും ഒക്കെ കേട്ട് കേട്ട് മടുത്ത ഹന്ന ഒരു ദിവസം പ്രാർത്ഥിക്കാനായി, തന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനായി ദേവാലയത്തിലേക്ക് പോവുകയാണ്. അവൾ ദേവാലയത്തിലേക്ക് പോയി ബലിപീഠത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടോ. 1 സാമുവേൽ 1:10. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത്. അത്രമാത്രം ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. അടക്കി വെക്കാനാകാത്ത സങ്കടം കൊണ്ടുവന്ന് ഇറക്കി വെച്ചത് ഇവിടെയാണ്, കർത്താവിന്റെ ബലിപീഠത്തിലാണ്. അങ്ങനെ ഇത്രയും സങ്കടത്തോടെ പ്രാർത്ഥിക്കുമ്പം ഉള്ളിൽ നിന്ന് സ്വരം പുറത്തേക്ക് വരുന്നില്ല. അവൾ അവിടെ നിന്ന് എന്തൊക്കെയോ പുലമ്പുന്നത് പോലെ പുറകിലിരുന്ന വൃദ്ധനായ എലി പുരോഹിതന് തോന്നി. അങ്ങനെ എലി പുരോഹിതൻ എഴുന്നേറ്റ് അവളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, നീ വീഞ്ഞു കുടിച്ച് ഉന്മത്തയായിട്ടാണോ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത്? അവൾ പറയും, അല്ല പ്രഭു, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ വേദനകൾ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുകയാണ്. അങ്ങനെ എലി പുരോഹിതൻ അവളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന രംഗം 1 സാമുവേൽ 1:17 വായിക്കാം. 18 കൂടെ. ഒക്കെ ഏലി പുരോഹിതൻ അവളുടെ സങ്കടം തിരിച്ചറിഞ്ഞിട്ട് അവളോട് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹന്ന ഏലി പുരോഹിതനോട് പറയും, എനിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. പിന്നീട് അവൾ പോയി ഭക്ഷണം കഴിച്ചു. ഏറ്റവും ഒടുവിൽ തിരിച്ചു മടങ്ങുന്ന ഹന്നായെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇങ്ങനെ കുറിച്ചിടും, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല എന്നാണ് ഹന്നായെ കുറിച്ച് ദൈവത്തിന്റെ വചനം കുറിച്ചിടുന്നത്. അതായത് ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ, തോരാത്ത കണ്ണുനീരിൽ പെരുമഴ പോലെ സങ്കടം അവളുടെ ഉള്ളിൽ നിന്ന് പെയ്തിറങ്ങി അവൾ ആശ്രയം കണ്ടെത്തിയത് ഈ ബലിപീഠത്തിലാണ്. ഈ ബലിപീഠത്തിൽ ആശ്രയം കണ്ടെത്തി തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സങ്കടങ്ങളെയും വേദനകളെയും കണ്ണുനീരുകളെയും ഈ ബലിപീഠത്തിൽ ഇറക്കി വെച്ചിട്ട് തിരിച്ചു മടങ്ങുന്ന ഹന്നായെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. അതേ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ബലിപീഠത്തിൽ ആശ്രയിക്കുന്നവർക്കൊക്കെ ബലിപീഠം നൽകുന്ന ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഉറപ്പ്, പിന്നീട് ഒരിക്കലും മുഖം മ്ലാനമാകാൻ ഈ ബലിപീഠം അനുവദിക്കില്ല. ഈ ബലിപീഠത്തിൽ ഇറങ്ങി വരുന്ന ദൈവം നിന്റെ മുഖം മ്ലാനമാകാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ അഭയകേന്ദ്രമായി ഈ ബലിപീഠം മാറണം. ഈ ബലിപീഠത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അബ്രഹാമിന്റെ കുടുംബം പോയ ഇടങ്ങളിലൊക്കെ ബലിക്കല്ല് ചേർത്ത് വെച്ചതിന്റെ കാരണം അതാണ്. ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും വേദനയും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴും ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴും ഒക്കെ അബ്രഹാം ചെയ്തത് ഈ ബലിക്കല്ലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ,
കുടുംബത്തിൽ സ്നേഹബന്ധത്തിന്റെ കണ്ണികൾ അകന്നു തുടങ്ങി എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, മടിച്ചു നിൽക്കരുത്. ഈ ബലിപീഠത്തിന്റെ അരികിലേക്ക് വന്ന് നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ ഇറക്കി വെച്ചാൽ ഈ ബലിപീഠം നിനക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, പിന്നീട് ഒരിക്കലും നിന്റെ മുഖം മ്ലാനമാകാൻ ദൈവം അനുവദിക്കില്ല. പിന്നീട് ഒരിക്കലും നിന്റെ മുഖം മ്ലാനമാകാൻ ദൈവം അനുവദിക്കില്ല. അതിന്റെ അർത്ഥം ഇനി ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, വേദനയും പ്രയാസവും കടന്നു വരത്തില്ലെന്നല്ല, മറിച്ച് ഇതെല്ലാം സംഭവിക്കുമ്പോഴും നിന്റെ മുഖത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടാൻ, പ്രകാശം നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ബലിപീഠം തരുന്ന ഉറപ്പ്. കാരണം നമ്മൾ വിളിച്ചാൽ ഈ ബലിപീഠത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരുന്നുണ്ട്. പണ്ടാരോ പാടി വെച്ചിട്ടില്ലേ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് ദൈവത്തെ വിശേഷിപ്പിച്ചു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ദൈവം കരയാനറിയാത്ത ദൈവമാണോ? നമ്മുടെ ദൈവം നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ തനിച്ചാക്കി പോകുന്നവനാണോ? നമ്മൾ പാടാറില്ലേ, ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും. നമ്മളൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ അൾത്താരയിൽ പരിശുദ്ധ കുർബാനയായി ഈ ദൈവം എഴുന്നള്ളി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഇന്നും ആ ദൈവം ജീവിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ താങ്ങി നിർത്താൻ ഈ ദൈവം കൂട്ടിനുണ്ട്. അതുകൊണ്ടാണ് നിയമാവർത്തനം 4:7 വചനം ഇങ്ങനെ പറയുന്നത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള, ദൈവം ഇത്ര അടുത്തുള്ള. എന്റെ ചോദ്യം ഇതാണ്, എത്ര അടുത്ത്? ഇത്ര അടുത്തെന്ന് പറയുമ്പോൾ എത്ര അടുത്ത്? ഈ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇത്ര അടുത്തുണ്ട്. പരിശുദ്ധ കുർബാനയായി ഈ ഈശോയെ നമ്മൾ നാവിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ വന്നു വസിക്കുന്നത് എന്റെ ഹൃദയത്തിലാ, നിന്റെ ഹൃദയത്തിലാ. കരങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റും, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ദൈവം ഇത്ര ചേർന്ന് എന്റെ കൂടെയുണ്ട്. വേറെ ഏത് മതത്തിലുള്ളവർക്ക് ഇത് അവകാശപ്പെടാൻ പറ്റും? ഒരു മതത്തിലുള്ളവർക്കും പറയാൻ പറ്റത്തില്ല. അവിടെയൊക്കെ ഒരു പക്ഷേ ദൈവം പുറത്തു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കത്തോലിക്ക വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുർബാന സ്വീകരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റും, എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ, വേദനകളിൽ ദൈവം ഇത്രയടുത്ത് എന്റെ കൂടെയുണ്ട്, ദൈവം എന്റെ ഉള്ളിലുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം പരിശുദ്ധ കുർബാനയായി തീരുന്നത്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ ഈശോയെ കുറിച്ച് പറഞ്ഞു വച്ചെങ്കിൽ അവൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് പറയുന്നത്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്തം വരെ കൂടെ ഉണ്ടായിരിക്കാൻ, കൂടെയല്ല മറിച്ച് ഉള്ളിലായിരിക്കാൻ വേണ്ടി ആ ദൈവം പരിശുദ്ധ കുർബാനയായി ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുക. ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാവുള്ളേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അഭയം കണ്ടെത്തേണ്ടുന്നത് ഈ ബലിപീഠത്തിലാണ്. ഈ ബലിപീഠത്തിൽ നിന്ന് അകന്നു പോകാനല്ല, മറിച്ച് ഓരോ ദിവസം കഴിയും തോറും ഈ ബലിപീഠത്തോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരണം. അബ്രഹാത്തെ പോലെ നിരന്തരം ബലിക്കല്ല് ചേർത്ത് പിടിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് പറ്റണം. കുടുംബങ്ങളിൽ ഒരു ബലിപീഠം ഉണ്ടാകണം. കുടുംബത്തെ സഭ വിശേഷിപ്പിക്കുന്നത് ഗാർഹിക സഭ എന്നല്ലേ? ഗാർഹിക സഭയാണ്. അങ്ങനെയെങ്കിൽ ഈ ദേവാലയത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. കുടുംബം ഒരു ദേവാലയമായി, ഒരു ഗാർഹിക സഭയായി നമ്മുടെയൊക്കെ വീടുകളിൽ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ദേവാലയത്തിന്റെ കേന്ദ്രം ഈ ബലിക്കല്ലായിരിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു ബലിപീഠം ഉണ്ടാകണം. ജീവിതത്തിന്റെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഈ ബലിപീഠത്തിലാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടുന്നത്. ഈ ബലിപീഠത്തിലാണ് നമ്മൾ അഭയം കണ്ടെത്തേണ്ടുന്നത്. ഈ ഒരു ബോധ്യം പക്ഷെ പലപ്പോഴും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അബ്രഹാത്തിന്റെ കുടുംബം, ഈ എൽക്കാനയുടെ ഹന്നായുടെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന പാഠവിത, നിരന്തരം ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് പറ്റൂ. ബലിപീഠത്തോട് ചേർന്ന് നിന്ന് നിന്റെ സങ്കടങ്ങളെ ഇറക്കി വെക്കാൻ നിനക്ക് പറ്റൂ. സങ്കീർത്തനം 84:3 ഒന്ന് വായിക്കുക. 84-ാം സങ്കീർത്തനത്തിന്റെ 3-ാം തിരുവചനം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, കുരികിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുമൊരുക്കുന്നത് അങ്ങയുടെ ബലിപീഠത്തിലാണല്ലോ.
ആണ് സങ്കീർത്തകൻ പറയുക. കുരികിൽ പക്ഷി ഒരു സങ്കേതവും മീമൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുമൊരുക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിങ്കലാണ്. കുരികിൽ പക്ഷിക്കും അറിയാം, മീവൽ പക്ഷിക്കും അറിയാം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടൊരുക്കേണ്ടുന്നത്, തങ്ങളുടെ ജീവിതത്തിൽ അഭയം കണ്ടെത്തേണ്ടുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിങ്കലാണെന്ന്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിൽ എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? നമ്മൾ ഇന്ന് വരെ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ ബലിപീഠത്തിലാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഈ ബലിപീഠത്തിൽ ഒരു കൂടൊരുക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും ഈ ബലിപീഠത്തിൽ ആശ്രയിക്കേണ്ടുന്നതിന് പകരം, ഈ ബലിപീഠത്തിൽ കൂടൊരുക്കേണ്ടുന്നതിന് പകരം നമ്മൾ മറ്റു പലയിടങ്ങളിലും കൂടൊരുക്കിക്കൊണ്ടിരിക്കുക. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കേണ്ടുന്നതിന് പകരം നമ്മളിങ്ങനെ അകന്നുപോയിക്കൊണ്ടിരിക്കുക. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ അൾത്താരയിൽ ശുശ്രൂഷിക്കാൻ കുഞ്ഞുങ്ങളില്ല. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കേണ്ടുന്നവർ ഓരോ വയസ്സ് കഴിയും തോറും, പ്രായം കൂടും തോറും ബലിപീഠത്തിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന കാഴ്ചകളാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ബലിപീഠത്തോടുള്ള ഒരു ബന്ധം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. പക്ഷെ കുരികിൽ പക്ഷിക്കും അറിയാം, മീവൽ പക്ഷിക്കും അറിയാം തങ്ങളുടെ അഭയം കണ്ടെത്തേണ്ടുന്നത്, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടൊരുക്കേണ്ടുന്നത് ദൈവത്തിന്റെ ബലിപീഠത്തിങ്കലാണെന്ന്. ഈ തിരിച്ചറിവ് നമ്മളിൽ എത്ര പേർക്കുണ്ട്? നമ്മൾ തന്നെയാണ് അറിഞ്ഞോ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ബലിപീഠത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നത്. കുർബാനയ്ക്ക് പോയില്ലേലും കുഴപ്പമില്ല, ട്യൂഷന് പോയാൽ മതി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ബലിപീഠത്തിനല്ല പ്രാധാന്യം, ട്യൂഷൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പ്രാധാന്യം. ഈ പരിശുദ്ധ കുർബാനയ്ക്കല്ല പ്രാധാന്യം, നിന്റെ സ്കൂളിലെ പഠനത്തിനാണ് പ്രാധാന്യമെന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ദേവാലയത്തിൽ പോയില്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ന് വഴക്ക് പറയത്തില്ല. അതേസമയം സ്കൂളിൽ പോയില്ലെങ്കിൽ അധ്യാപകർ വഴക്ക് പറയും, ട്യൂഷന് പോയില്ലെങ്കിൽ മാതാപിതാക്കൾ വഴക്ക് പറയും. പക്ഷേ ദേവാലയത്തിൽ വരാത്തതിന്റെ പേരിൽ ആരും കുഞ്ഞുങ്ങളെ ഇന്ന് ശകാരിക്കാറില്ല, ആരും വഴക്ക് പറയാറില്ല. പിന്നെ ഞാൻ എന്തിനു പള്ളിയിൽ പോകണമെന്നാണ് പല കുഞ്ഞുങ്ങളും ചോദിക്കുക. നമ്മൾ പോകത്തുമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കത്തുമില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ബലിപീഠത്തിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് അകറ്റിക്കളയുന്നവരായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കണം. അബ്രഹാത്തിന്റെയും സാറായുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം, ഹന്നായുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം ഈ ബലിപീഠത്തോട് ചേർന്ന് നിന്നതാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. പരിശുദ്ധ ബലിയർപ്പണത്തോട്, കുർബാനയോട് ചേർന്ന് നിൽക്കാത്ത ഒരു ജീവിതവും അനുഗ്രഹിക്കപ്പെടില്ല. കാരണം ഈശോ ഏറ്റവും കൂടുതൽ വില കൊടുത്തത് കുർബാനയായി തീരാൻ വേണ്ടിയിട്ടാണ്. കുർബാനയായി തീരാൻ വേണ്ടിയിട്ടാണ് അവൻ തന്റെ ശരീരത്തിൽ അടികളേറ്റത്, അവൻ വേദന സഹിച്ചത്, അവൻ പീഡകൾ ഏറ്റെടുത്തത്, തന്നെ തന്നെ കുരിശിൽ ബലിയായി തീരാൻ വിട്ടുകൊടുത്തത്, എന്റെയും നിന്റെ ഉള്ളിൽ വന്ന് വസിക്കാൻ കുർബാനയായി തീരാൻ വേണ്ടിയിട്ടാണ്. അത്രയും വില കൊടുക്കുന്ന കുർബാനയ്ക്ക് ഇന്ന് നമ്മൾ എന്തു വിലയാണ് കൊടുത്തിരിക്കുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ദൈവത്തിനിടുന്ന വിലയാണ് നമ്മുടെ ജീവിതത്തിന്റെ വില. ഈ വില നഷ്ടപ്പെട്ടു പോയാൽ, ഈ വില കുറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് വിലയുണ്ടാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ അബ്രഹാമിന്റെയും സാറായുടെയും കുടുംബം, എൽക്കാനയുടെയും ഹന്നായുടെയും കുടുംബം, അവരുടെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നത് നിരന്തരം ബലിപീഠത്തോട് ചേർന്ന് നിൽക്കണം. ഈ ബലിപീഠമാണ് നിന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും അനുഗ്രഹം, നിന്റെ ജീവിതത്തിലെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഉറവിടം ഈ ബലിപീഠമാണ്. അതുകൊണ്ടാണ് ഒരു പരിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ അവസാനത്തെ ആശീർവാദത്തിൽ പുരോഹിതൻ പറയുന്നത്, നിങ്ങൾ സ്വീകരിച്ച യാത്രാ ഭക്ഷണത്തോടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ തിരിച്ചു പോകുവിൻ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ തിരിച്ചു പോകുവിൻ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആനന്ദത്തിന്റെ ഉറവിടം ഈ ബലിപീഠമാണ്. പക്ഷെ ഇന്ന് വരെ ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ ഇന്ന് സന്തോഷം കണ്ടെത്തുന്നത്, നമ്മൾ ഇന്ന് ആനന്ദം കണ്ടെത്തുന്നത് മറ്റു പലയിടങ്ങളിലാണ്. നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ എവിടെയൊക്കെ ഓടി നടക്കാമോ അവിടെയൊക്കെ ഓടി നടക്കുക. പുരോഹിതൻ ഒരു പരിശുദ്ധ കുർബാനയിൽ എത്രയോ തവണ തിരുശരീര രക്തങ്ങളിൽ നിന്ന് ശക്തി കോരിയെടുത്ത് നമ്മുടെ മുകളിലേക്ക് വെച്ച് വന്നിട്ട് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പക്ഷെ നമ്മളിൽ എത്ര പേര് ബോധ്യത്തോടെ ഈ സമാധാനം സ്വീകരിക്കുന്നു? ഉദ്ധിതനായ കർത്താവിന്റെ ഓരോ കൂടിക്കാഴ്ച ആരംഭിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന ആശംസാ വചനത്തോടെയാണ്. അതിന്റെ കാരണം ഇതാണ്,
ഉയർപ്പിന് മുമ്പുള്ള ഒരു കൂടിക്കാഴ്ചയിലും ഇങ്ങനെ ഒരു സമാധാനാശംസ കാണുന്നില്ല. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ സമാധാനാശംസ പറയുമ്പോൾ അതിന്റെ കാരണം ഇതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ നാളിതുവരെ അസമാധാനം വിതച്ചുകൊണ്ടിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും സാധ്യതകളെയും കർത്താവിന്റെ കുരിശിലെ ബലിയർപ്പണത്തിലൂടെ അവൻ എന്നേക്കുമായി ഇല്ലാതാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവന്റെ ബലിയർപ്പണം കഴിഞ്ഞ് അവൻ 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. എന്റെ കുരിശിലെ ബലിയിലൂടെയാണ് നിന്റെ ജീവിതത്തിന് യഥാർത്ഥ സമാധാനം കൈവന്നിരിക്കുന്നത്. അതേ സമാധാനമാണ് ഉദ്ധിതനായ കർത്താവ് ഓരോ പരിശുദ്ധ കുർബാനയിലും നമുക്കും ആശംസിക്കുന്നത്. പുരോഹിതന്റെ അധരങ്ങളിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എത്ര തവണയാണ് ഇത് ആവർത്തിക്കുന്നത്? ഏറ്റവും ഒടുവിലും പറയും, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ പരാതിയുമായിട്ട് വരും, അച്ഛാ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല. സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് വീട്ടിലുള്ളവരോട് വർത്താനം പറഞ്ഞിട്ട് നാളുകളേറെയായി. കാരണം എന്താണ്? ഈ ബലിപീഠത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ സമാധാനം സ്വീകരിക്കാൻ ഇനിയും നമുക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ സമാധാനത്തിന്റെ ഉറവിടം ഈ ബലിപീഠമാണെന്ന് തിരിച്ചറിയാൻ ഇനിയും നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ സമാധാനം തേടി സന്തോഷം തേടി അലയുന്നത് മുഴുവൻ മറ്റിടങ്ങളിലാണ്. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ സമാധാനത്തിന്റെ, നിന്റെ ആനന്ദത്തിന്റെ, നിന്റെ സന്തോഷത്തിന്റെ ഉറവിടം ഈ ബലിപീഠമാണ്. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അവന്റെ സന്തോഷവും അവന്റെ ആനന്ദവും അവന്റെ സമാധാനവുമാണ്. അതുകൊണ്ട് അബ്രഹാത്തിനെ പോലെ സാറായെ പോലെ നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ നിരന്തരം ഈ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. ബലിപീഠത്തോടുള്ള നമ്മുടെ ബന്ധമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്തുന്നത്. എല്ലാ ദൈവാനുഗ്രഹവും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് ഒഴുകിയെത്തുന്നത് ഈ ബലിപീഠത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ബലിപീഠത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പാലിക്കുന്ന ചെറിയ അകലം പോലും നാളെ നമ്മളെ ഒരുപാട് അകലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരല്പം അകലമിട്ട് നടന്നവൻ പിന്നീട് ഒരുപാട് അകലങ്ങളിലേക്ക് അകന്നു പോകുന്നതിനും ഏറ്റവും അവസാനം കർത്താവിനെ തള്ളിപ്പറയുന്നതിനും ഏറ്റവും ഒടുവിൽ ആണയിട്ട് പഴിച്ച് ശപിച്ചു തള്ളി ഇറങ്ങിപ്പോകുന്നതിനും കാരണമായതിന്റെ അടിസ്ഥാനം ഈ അവൻ സൂക്ഷിച്ച ചെറിയ അകലമാണ്. അതുകൊണ്ട് ഈ അകലം അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ പറയുന്നതാണ്, അവൻ ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഈ കല്ലേറ് ദൂരത്തിന്റെ അകലം എത്ര? ഈ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞ് കല്ലെടുത്തെറിയുന്നത് പോലെയാണോ പുറകിലിരിക്കുന്ന ഒരു ചേട്ടൻ കല്ലെടുത്തെറിഞ്ഞാൽ? ഈ കല്ലേറ് ദൂരത്തിന്റെ അകലം വ്യത്യാസമാണ്. ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ഈ കല്ലേറ് ദൂരത്തിന്റെ അകലം വർദ്ധിക്കും തോറും, ഈ ബലിപീഠത്തോടുള്ള ഈ കല്ലേറ് ദൂരത്തിന്റെ അകലം വർദ്ധിക്കും തോറും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലങ്ങളിലേക്ക് അകന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് നിരന്തരം ഈ അബ്രഹാത്തെ പോലെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. ദേവാലയത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ പറ്റണം. ഈ ദേവാലയത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ ഒരു അഭിപ്രായത്തെ മറ്റുള്ളവർ മാനിച്ചില്ല എന്ന് കരുതി നമുക്കൊരു നിമിഷം ദേവാലയം വിട്ടിറങ്ങി പോകാൻ നമുക്ക് പറ്റൂ. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞൊരു അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ ദേവാലയത്തോടുള്ള ബന്ധം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ദൈവത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇതൊന്നും നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ പിന്മാറ്റുന്ന കാര്യങ്ങളാകരുത്. ഈ ദേവാലയത്തിൽ നമ്മൾ അകന്നു പോകുന്നതിന് ഇതൊന്നും കാരണമായി തീരരുത്. ആത്യന്തികമായിട്ട് നമുക്ക് ബന്ധം അത് ദൈവത്തോടാണ്. ആ ബന്ധം നിരന്തരം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. അകന്നു പോകാനല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ അടുത്ത് നിൽക്കാന്. അകന്നു പോകാനല്ലല്ലോ അവൻ മനുഷ്യനായത്, അകന്നു പോകാനല്ലല്ലോ അവൻ അപ്പമായി തീർന്നത്. അവൻ അപ്പമായി തീർന്നത് കൂടെ വസിക്കാനല്ലേ, ഉള്ളിൽ വസിക്കാനല്ലേ. ആ ദൈവത്തിനോട് കൂടെ ചേർന്ന് നിന്ന് ജീവിക്കുമ്പോഴല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. അതുകൊണ്ട് ഈ ബലിപീഠത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കുറെ കൂടെ അടുക്കാം, കുറെ കൂടെ നമുക്ക് വളരാം. ഓരോ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ ഈ ബലിപീഠമാണ്, ഈ കുർബാനയാണ് എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, സമാധാനത്തിന്റെ ഉറവിടമെന്ന തിരിച്ചറിവോടെ ഓരോ കുർബാനയിലും പങ്കെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.